വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ കുറുപ്പ് സാറ് ശാലിനിയെ ഫോൺ ചെയ്യുന്നത് കുടുംബശ്രീ വീട്ടിൽ നിന്നുകൊണ്ടാണ്. ശാലിനി ആണെങ്കിൽ അങ്ങോട്ടത്തേക്ക് എത്തുന്നുമുണ്ട്. അന്നേരം കോളനി കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കുറുപ്പ് സാറ് ശാലിനിയോട് സംസാരിക്കുന്നതൊക്കെ. അന്നേരം ഞാൻ പേടിച്ച് പിന്മാറിയതൊന്നും അല്ല കുറുപ്പ് സാറേ, എനിക്ക് ചില പരിമിതികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനി തീരുമാനിക്കുന്നത് വീണ്ടും ഒന്നുകൂടി പോവാം എന്നുള്ളത് അവിടേക്ക്. അന്നേരം കുറുപ്പ് സാറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അങ്ങോട്ടത്തേക്ക് പോകാനുള്ളൊരു എന്തെങ്കിലും ഒരു പിടിവള്ളി ശാലിനിക്ക് കിട്ടുമായിരിക്കും. അതനുസരിച്ചായിരിക്കും ശാലിനി അവിടെ പോകുന്നതൊക്കെ. ഇതേ സമയം അവിടെ ആണെങ്കിൽ ശിവനും ഡെയ്സിയും കൂടി ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. അന്നേരം പിന്നെ ശിവന് അവർ അവരുടെ സ്നേഹത്തെ പിന്നെ ത്തെക്കുറിച്ചൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അന്നേരം സംസാരിച്ച് വരുമ്പോൾ ശിവൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറുന്നുണ്ട്. അന്നേരം അവസാനം ഡെയ്സി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിശ്വാസമാണ് ശിവ എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം ശിവൻ അകപ്പാടെ സന്തോഷമാവുന്നുണ്ട്. തിരിച്ച് ഡെയ്സിയുടെ കയ്യിലേക്കും ശിവനിങ്ങനെ പിടിച്ചവരിങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ വിഷ്ണു വിളിക്കാത്തതിലും എത്താത്തതിലും ഒക്കെ സത്യഭാമ ആകെ അങ്ങോട്ട് വിഷമിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തും ഒക്കെ ഉണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അവൻ 2 ദിവസത്തിനകം ഇങ്ങനെ എത്തിക്കോളും, നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ അവൻ ഫോൺ വിളിക്കുകയും ചെയ്യും, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും രാഘവൻ നായർക്ക് ചെറിയൊരു ഭയം പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി രാഘവൻ നായരോട് പറഞ്ഞിട്ടാണോ വിഷ്ണു പോയത് എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല. പക്ഷെ അതെല്ലാം ധൈര്യത്തോടു കൂടി രാഘവൻ നായർ പറയുകയാണ്. വിഷ്ണു എവിടെ പോയതാണെന്നുള്ള രീതിക്ക് തന്നെ അറിയാമെന്നുള്ള രീതിക്കൊക്കെയാണ് രാഘവൻ നായർ പറയുന്നതൊക്കെ. ഇനി സത്യഭാമയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് കാണിക്കുന്നില്ല. അവരിങ്ങനെ ആ ഒരു വിഷ്ണുവിൻ്റെ ആ സംസാരം നീളുമ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളാണെങ്കിൽ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, പത്മിനി ഓടി കളിക്കുന്നതിനിടയിൽ ഒന്ന് വീണു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത്ത് ആകെ കൊണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം സ്കൂളിൽ കാണിക്കുന്നുണ്ട്, പപ്പി ഇങ്ങനെ ആകെ വീണിട്ട് ടീച്ചർ ഇങ്ങനെ പിടിച്ച് ഇരിക്കുകയാണ്, ടീച്ചറിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ പപ്പിയാണെങ്കിൽ ആകെ കരയുകയാണ്. വീണ് കയ്യോ ഒക്കെ വേദനിച്ച് പപ്പി ആകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനുമാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ ആ മഹാ എപ്പിസോഡിൽ പരുത്തിക്കുന്ന് കോളനിയിലേക്ക് ശാലിനി പോവുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ കോളനി ഒഴിപ്പിക്കാനായിട്ട്. പക്ഷേ ഒഴിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നീട് ആ കാറിൽ ഇങ്ങനെ ഒരാൾ വന്നിറങ്ങുന്ന സീൻ കാണിക്കുന്നുണ്ട്. മിക്കവാറും അത് വിഷ്ണു ആകാൻ സാധ്യതയില്ല. വിഷ്ണുവിൻ്റെ ആ ഒരു പഴയ സീനാണ് ആ ഒരു പ്രൊമോയിൽ വന്നതെന്ന് തോന്നുന്നു. ഇനി വിഷ്ണു ആണോ എന്നറിയില്ല. ഇനി വേറെ ആരെങ്കിലും മിനിസ്റ്ററോ ഇനി ആരെങ്കിലും ഇടപെട്ട് അതിനെ സോൾവ് ആക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാം. നാളെ നോക്കാം എന്താണ്. ഓക്കെ, താങ്ക് യു.